ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയ 566 പേരെ ഒഴിപ്പിച്ചു. വ്യോമമാർഗം ഇവരെ ഉത്തരകാശിയിലും ഡെറാഡൂണിലും എത്തിച്ചിട്ടുണ്ട്. ദുരന്തമുഖത്ത് നിന്ന് ഇന്ന് കൂടുതൽ പരിശോധന നടക്കും. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഹർഷിലും ധരാലിയിലും ശക്തമായ മഴ ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ധരാലിയിലെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ അന്തരീക്ഷം എങ്ങനെയാണ്? ജയലക്ഷ്മി, അന്തരീക്ഷം അനുകൂലമാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചതിനു ശേഷം വീണ്ടും ധാരാളം ഹെലികോപ്റ്ററുകൾ ഈ വഴി പറന്ന് രക്ഷാദൌത്യത്തിന് വേണ്ടി ധാരാളിയിലേക്ക് പോകുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. നമ്മളിപ്പോൾ ഹർഷിലെ ആ സൈനിക ക്യാമ്പിനടുത്താണ് നിൽക്കുന്നത്. ഈ ധരാലി പോലെ തന്നെ മിന്നൽ പ്രളയത്തിന്റെ മുഴുവൻ രൗദ്രഭാവവും അനുഭവിച്ച ഒരു ചെറിയ ഗ്രാമവും താഴ്വരയും കൂടിയാണ് ഹർഷിൽ. അവിടെയുള്ള ആ ഒരു ആർമിയുടെ ക്യാമ്പ്, കരസേന ക്യാമ്പാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് അന്നത്തെ ദിവസം തകർന്നു പോയത്. അതായത് ഓഗസ്റ്റ് 5-ാം തീയതി തകർന്നു പോയത്. അവശിഷ്ടങ്ങൾ ഈ പുഴയ്ക്ക് ഇപ്പുറത്ത് കിടക്കുന്നത് കാണാം. 9 പേരെ, ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ JCO ഉൾപ്പെടെ മറ്റ് 8 ജവാന്മാരും, അങ്ങനെ 9 സൈനികരെയാണ് ഈ കരസേനയുടെ ക്യാമ്പിൽ നിന്നും കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഈ ക്യാമ്പ് മേഖലയിൽ ഹർഷിൽ കേന്ദ്രീകരിച്ച് NDRF-ഉം സേനയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ക്യാമ്പിൽ നിന്നാണ്, ഈ കാണുന്ന ആർമി ക്യാമ്പിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ധരാലിയിലേക്ക് സൈനികർ രക്ഷാപ്രവർത്തനത്തിന് പോയത്. കാരണം ഇങ്ങോട്ടുള്ള മറ്റു റോഡുകൾ തകർന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആൾക്കാർക്ക് വരാൻ സാധിക്കില്ല. ഇവിടെ ഒരുപാട് സൈനികരുണ്ടായിരുന്നു. അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ആദ്യം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ധരാലിയിലേക്ക്, ഇവിടെ നിന്നും 5 കിലോമീറ്ററുള്ള ധരാലിയിലേക്ക് പോകുന്നത്. പക്ഷെ പിന്നീട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെയും മറ്റൊരു ഉരുൾപൊട്ടൽ വന്ന് ഈ ക്യാമ്പിന്റെ ഒരു ഭാഗം തകർത്തു പോകുന്നു. 11 പേരെ ആദ്യഘട്ടത്തിൽ കാണാതെ, ഇപ്പോഴും 9 പേരെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഇതൊരു ഹോം സ്റ്റേ, ഒരു കോട്ടേജുകളും ഹോം സ്റ്റേയുമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ധാരാളം ചെറിയ ഹോം സ്റ്റേകളുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒറ്റപ്പെട്ടവരാണ്. അവരെയൊക്കെയാണ് പിന്നീട് ഗംഗോത്രിയിലെല്ലാം മാറ്റി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം ഉത്തരകാശിയിലേക്ക് എത്തിച്ചത്. നോക്കൂ, ആപ്പിൾ തോട്ടങ്ങളാണ് എനിക്ക് ചുറ്റും കാണുന്നത്. ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ കായ്ച്ചിട്ടുണ്ട്. പഴുത്തിട്ടില്ലെങ്കിൽ പോലും ധാരാളം ആപ്പിളുകൾ കായ്ച്ചു നിൽക്കുന്ന ഒരു സമയമാണിത്. വളരെ അനുയോജ്യമായിട്ടുള്ള, വിനോദസഞ്ചാരികൾക്ക് ഇവിടെ എത്താൻ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമായിരുന്നു. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന കോട്ടേജുകളിലെല്ലാം ആൾ താമസം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 5-ാം തീയതി അവരെല്ലാവരും അകപ്പെട്ടു പോയി, കുടുങ്ങിപ്പോയി ഈ മിന്നൽ പ്രളയം സംഭവിച്ചതിന് ശേഷം. പിന്നീട് ഇവരെ ഇവിടെ നിന്നും ഗംഗോത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും വ്യോമമാർഗം എന്തായാലും ഡെറാഡൂണിലേക്കും ഉത്തരകാശിയിലേക്കും കൊണ്ടുപോയി. 566 പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്, മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പരിശോധന ഏത് രീതിയിലായിരിക്കും നടക്കുക? ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് കണ്ടെത്തേണ്ടത് ആവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പരിശോധന ഏത് രീതിയിലായിരിക്കും അർജുൻ? ജയലക്ഷ്മി, ഗംഗോത്രിയിൽ ഇനി ആരും ബാക്കിയില്ല. എല്ലാവരെയും 566 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് ഡെറാഡൂണിലേക്കും ഉത്തരകാശിയിലേക്കും കൊണ്ടുപോയിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്നത്, നടന്നു വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി വേഗത്തിൽ, കുറച്ചുകൂടി കാര്യക്ഷമമായി നടക്കാൻ പോകുന്നത് ഈ ധരാലിയിലെ മണ്ണിനടിയിലുള്ള പരിശോധനയാണ്. അത് മണ്ണ് എടുത്തു മാറ്റിക്കൊണ്ടും പാറ എടുത്തു മാറ്റിക്കൊണ്ടും സാധ്യമല്ല. 3 നില 4 നില കെട്ടിടത്തിന്റെ മുകളിലാണ് ഈ മണ്ണ് കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് റഡാർ സംവിധാനങ്ങളും ഡ്രോണുകളും അതുപോലെ തന്നെ തെർമൽ സെൻസർ ക്യാമറകളും കൊണ്ടുവരും. അത് ഹീറ്റ് സെൻസ് ചെയ്ത്, അതായത് ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തുകൊണ്ട് ആ സ്ഥലങ്ങളിൽ മാത്രം കുഴിച്ച് പരിശോധിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് സൈന്യത്തിന്റെ ഭാഗത്തും NDRF-ന്റെ ഭാഗത്തുമുണ്ട്. അതല്ലാതെ ആ മുഴുവൻ പ്രദേശവും കിളച്ചു നോക്കാൻ സാധിക്കില്ല. ഇനി വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ വന്നാൽ പോലും അത് സാധ്യമാകാത്ത രീതിയിൽ അവിടെ ചെളി പൂണ്ടുപോയിട്ടുണ്ട്. നമ്മളത് നേരിട്ട് കണ്ടത്, അനുഭവിച്ച കാര്യം കൂടിയാണ്. എന്തായാലും ഇനി കൂടുതൽ വലിയ മെഷീനുകൾ, ഉപകരണങ്ങൾ ഇങ്ങോട്ട് വരണം. അതിൽ ഏറ്റവും നിർണായകമാകുക നൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തെർമൽ ക്യാമറയും അതുപോലെ തന്നെ സെൻസറുകളുമായിരിക്കും. അത് മണ്ണിനടിയിൽ പരിശോധന നടത്താൻ നിർണായകമാണ്. അതിലൂടെ പരിശോധന നടത്തി ആദ്യഘട്ടത്തിൽ NDRF കൈക്കോട്ട് കൊണ്ട് കിളച്ച് അവിടെ നിന്നും എന്തെങ്കിലും ബാക്കിയുണ്ടോ, ആളുകളെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നോക്കും. 100-ലധികം ആളുകൾ ഇപ്പോഴും ആ കെട്ടിടങ്ങൾക്ക് അടിയിലുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. നമുക്ക് അറിയണം, പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. കാരണം അത് കുഴിച്ചു നോക്കാൻ, അതായത് മണ്ണിനടിയിൽ എല്ലാം കിളച്ച് മുഴുവനായിട്ടും അടിയിലിറങ്ങി പരിശോധന നടക്കില്ല. അത് നമുക്കും മനസ്സിലായതാണ്, അവിടെ ഉള്ളവരും നമ്മളോട് പങ്കുവെച്ച വിവരമാണ്. ഒരുപക്ഷെ ഇത് ദിവസങ്ങൾ നീണ്ടേക്കാം ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അത് വേഗത്തിലാക്കണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ ഈ പറയുന്ന ധാരാലിയിലെ ദുരന്ത മുഖത്തേക്ക് എത്തേണ്ടതുണ്ട്. ഉപകരണങ്ങൾ ഈ ദുരന്ത മുഖത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. മനുഷ്യ സാധ്യമല്ല ഇനി ആ പരിശോധന എന്നുള്ളതാണ് അർജുൻ വ്യക്തമാക്കുന്ന കാര്യം.